ഒരു സ്പീഷ്യസിന് 1000 രൂപ എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, നമുക്ക് 1000 രൂപ ചെല്ലാൻ അടച്ച്, അതായത് ട്രഷറി പോയി. നിലവിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഏതൊക്കെ ബേഡ്സ് ആണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതപ്പോൾ ഇത് നിങ്ങൾ ചെയ്യണോ വേണ്ടോ, അല്ലെങ്കിൽ എത്രക്കാരാണ് ഈ വീഡിയോ ചെയ്യേണ്ടത്, കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നിങ്ങൾ ചെയ്യണോ വേണ്ടോ, അല്ലെങ്കിൽ എത്രക്കാരാണ് ഈ വീഡിയോ ചെയ്യേണ്ടത്, കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഇനി അത് റീഓപ്പൺ ചെയ്യും, എന്തായാലും ഒരു വട്ടം കൂടി ഒരു റീഓപ്പൺ ചെയ്യും എന്നൊക്കെയാണ് നമുക്ക് കിട്ടിയ ന്യൂസ്. അതെ, വെൽക്കം ബാക്ക് ടു ചാനൽ ബേഡ്സ് ടെക്. എൻ്റെ പേര് വിശാഖ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്ഡേഷനെ പറ്റിയിട്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും, നമ്മളെ ബേഡ്സിന് ലൈസൻസ് മസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പരിവേഷൻ 2.0 അല്ലെങ്കിൽ 2.0 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിലയിൽ അത് നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പം അതിനെ പറ്റിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ നേരെ എന്ത് ചെയ്യുക, വീഡിയോയിലേക്ക് അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത്തരം യൂസ്ഫുൾ വീഡിയോസ് മാത്രം നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുകയുള്ളൂ. നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക്. ഏറ്റവും കൂടുതൽ ഈ ഒരു 2 ആഴ്ച നമ്മളെ പരിവേഷൻ്റെ സൈറ്റ് ഓപ്പൺ ആയ ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ആണ്, അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഞാനത് 2 പാർട്ടായിട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നിങ്ങൾ ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ എത്രക്കാരാണ് ഈ വീഡിയോ ചെയ്യേണ്ടത്, കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനി എന്താണെന്ന് ചെയ്യാൻ പറ്റൂല, കാരണം സൈറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ട് നിലവിൽ. ഇത്രയും ദിവസം, അതായത് 31 വരെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് തന്നിരുന്നത്. അതിനുശേഷം സൈറ്റ് ബ്ലോക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അത് റീഓപ്പൺ ചെയ്യും, എന്തായാലും ഒരു വട്ടം കൂടി ഒരു റീഓപ്പൺ ചെയ്യും എന്നൊക്കെയാണ് നമുക്ക് കിട്ടിയ ന്യൂസ്. സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആരൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ ഇതിലൂടെ പറയുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ചെയ്യാൻ തലവേദനകളുണ്ടോ വെച്ചാൽ തലവേദനകൾ, നല്ല തലവേദനകളുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം 2020 ആഗസ്റ്റിന് മുമ്പ് ബേഡ് നമ്മളെ കയ്യിലുള്ളതായിട്ടുള്ള ബില്ലോ അല്ലെങ്കിൽ നമ്മൾ പരിവേഷം തന്നെ എടുത്ത ഒരാളെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ കൂടി നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തൊക്കെയാണ് ആ പ്രൂഫ് കാര്യങ്ങൾ വേണ്ടതെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, നിലവിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഏതൊക്കെ ബേഡ്സ് ആണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് ഇതിൽ ഉൾപ്പെടാത്ത ബേഡ്സ് എന്ന് വെച്ചാൽ നമ്മളെ ബജ്ജീസുകൾ വന്നിട്ടില്ല, അതേപോലെ തന്നെ നമ്മളെ ഫിഞ്ചസുകൾ വന്നിട്ടില്ല, കോക്കറ്റെയിൽസുകളും വന്നിട്ടില്ല. ഈ 3 വെറൈറ്റീസ് ഒഴികെ ബാക്കിയുള്ള ഒരു ഇതെല്ലാ ബേഡ്സും വന്നിട്ടുണ്ട്. ഒരു ഇതെല്ലാ എക്സോട്ടിക്സും വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഇതെല്ലാ എക്സോട്ടിക്സും, കാരണം വെച്ചാൽ സ്മോൾ കൊനൂർസ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മളെ സൺകൊനൂർ വന്നിട്ടുണ്ട്, ഗ്രേ പാറ്റ് വന്നിട്ടുണ്ട്, മെക്കാവൂസ് വന്നിട്ടുണ്ട്. മെക്കാവൂസും ഗ്രേ പാറ്റും നേരത്തെ വരുന്ന നമുക്ക് 100% ഉറപ്പായിരുന്നു. ബാക്കിയുള്ള എല്ലാ ബേഡ്, റോസല്ലാസ്, പാരാക്കീറ്റ്സ് വിഭാഗത്തിലുള്ള ബേഡ്സുകൾ മിക്കത് വന്നിട്ടുണ്ട്. അങ്ങനെ മിക്ക ബേഡ്സും വന്നിട്ടുണ്ട്. ഈ 3-4 ബ്രീഡ് ഒഴികെ, നമ്മളെ സാധാരണക്കാരൻ്റെ ബ്രീഡ് ഒഴികെ ബാക്കിയുള്ള ഒരുവിധം സാധാരണ നമ്മൾ ചെയ്യുന്ന ബ്രീഡുകൾ ഒഴികെ ബാക്കിയുള്ള ഒരുവിധം എല്ലാ ബ്രീഡ്സും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് ആ സമയത്ത് തെറ്റായ രീതിയിൽ വന്ന ഒരു പ്രചാരം പറഞ്ഞാൽ ഒരു സ്പീഷ്യസിന് 1000 രൂപ എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, നമുക്ക് 1000 രൂപ ചെല്ലാൻ അടച്ച്, അതായത് ട്രഷറി പോയി 1000 രൂപ ചെല്ലാൻ അടച്ചാൽ നമ്മളുടെ എല്ലാ ബേഡ്സിനും അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അത് വളരെ തെറ്റായ രീതിയിൽ പ്രചരിച്ചു. അപ്പോൾ ഞാനൊക്കെ കണക്ക് കൂട്ടി, ഞാനൊക്കെ എത്ര രൂപ അടക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, 1000 രൂപ അടച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രഷറി പോയിട്ട് ചെയ്യാം. പിന്നെ അവസാനം എത്തിയ സമയത്ത് ഇത് അക്ഷയ മുഖാന്തരം വരെ ചെയ്തു കൊടുത്തിരുന്നു. ആദ്യം പറഞ്ഞത് ഇത് നമുക്ക് നമ്മളെ ഫോണിൽ ചെയ്യാനാണ്, പിന്നെ അത് പോയി അക്ഷയ മുഖാന്തരം വരെ ചേർന്നു. ഞാനൊക്കെ അങ്ങനെയാണോ ചെയ്തത്. അത് എങ്ങനെയാണ് അതിൻ്റെ ചിലവ് വരുന്നത് എന്ന് വെച്ചാൽ അത് ഓരോരുത്തർ വെച്ച്. ഇപ്പോൾ എൻ്റെ പക്ഷികളെ ആഡ് ചെയ്യാനായിട്ട് രാവിലെ 11 മണിക്ക് സിസ്റ്റത്തിന് മുമ്പിലിരുന്ന മൂപ്പര് അത് അപ്ലോഡ് ചെയ്ത് എനിക്ക് അതിന് ലൈസൻസ് കിട്ടുന്ന ഏകദേശം വൈകുന്നേരം 3 മണിക്കാണ്. ചിലവർക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്വേഷിച്ചിടത്തോളം എൻ്റെ അറിവിൽ എല്ലാ ബ്രീഡേഴ്സിനും ഈ ഒരു ടൈം ഡിലേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഓർക്ക് ഓരോ ഇരുന്നതിനുള്ള പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് പലരും പല എമൗണ്ടാണ് വാങ്ങുന്നത്, അത് നമ്മൾ പറയുന്നത് ശരിയല്ല. ഓക്കെ, അപ്പം അത്ര 1000-1500 2000 നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെല്ലാ ബേഡ്സിനും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം ആ കേസിട്ട് വന്നല്ലോ. പിന്നെ നിങ്ങൾ ചെയ്യണം വേണ്ട വെച്ചാൽ നാളെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ പോയിട്ട് നമ്മൾ ബേഡ്സിനൊക്കെ ബ്രീഡ് ചെയ്ത് സെറ്റ് അയക്കുന്ന സമയത്ത് ഒരാൾ പോയിട്ട് ഫോറസ്റ്റിൽ കംപ്ലയിൻറ്റ് ചെയ്യാണ്, എനിക്ക് തൊട്ടടുത്തുള്ള ആൾക്കാർ കാരണം മനസ്സമാധാനമില്ല കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ ബേഡിനെ, അതായത് പിടിച്ചുകൊണ്ടുള്ള പെർമിഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പിടിച്ചുകൊണ്ട പെർമിഷൻ ഉണ്ടാവണം എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന ബേഡ്സ് ഇല്ലീഗലായിരിക്കണം. അതല്ലാന്ന് വെച്ചാൽ നമ്മൾ നിയമപരമായിട്ട് ചെയ്യാത്ത രീതിയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് പിടിച്ചുകൊണ്ടുള്ള പെർമിഷൻ നിലവിലുള്ളൂ. അപ്പം ഇത് ചെയ്യുന്ന ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ലീഗലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം വ്യക്തമാക്കി പറയാം, ഇത് കേരള സർക്കാരല്ല, അതായത് വനം വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവരുന്നത്
കേരള സർക്കാരല്ല, കേന്ദ്ര സർക്കാരാണ്. അതായത് നമുക്ക് അതിന് അനുമതി തരുന്നത് കേന്ദ്ര സർക്കാരാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരിടത്ത് തൊട്ട ആൾ പോയിട്ട് പരാതിപ്പെടുകയാണെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പറയാം, ഓരിങ്ങനെ ലീഗലായിട്ട് അതായത് കേന്ദ്ര അനുമതിയോടുകൂടിയാണ് അവർ ബേഡിനെ നിലവിൽ ചെയ്യുന്നത് എന്ന് ഓർക്ക് തീർച്ചയായിട്ടും പറയാം. ഓക്കെ, അപ്പം അതിനൊരു സെക്യൂരിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാ ബേഡും ബ്രീഡായിട്ട് എല്ലാം സെറ്റായിരിക്കുന്ന സമയത്ത് പലരുടെയും വരുമാന മാർഗ്ഗം ഈ പക്ഷികൾ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഡോഗ്സിന് സർട്ടിഫിക്കറ്റ് വന്നിരുന്നു. അതേപോലെ തന്നെ ഓരോന്നിനും ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നല്ലതാണ്. കാരണം നിയമത്തിൻ്റെ അടിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സെക്യൂറാണ്, നമ്മൾ ഒരു സുരക്ഷിതരാണ്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ചെയ്യാൻ പാടാത്തവർ, അതായത് എന്നെ ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എൻ്റെ ഹെൽത്ത് പരമായ കുറച്ച് ഇഷ്യൂസ് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വളരെ ഡിലേ ആയിപ്പോയത്. അപ്പോൾ ആരൊക്കെ ചെയ്യേണ്ട വെച്ചാൽ, നിങ്ങൾ ഒരു ബഡ്ജീസിനെ പോരുന്ന ഒരാളാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല. അതേപോലെ തന്നെ കോക്കട്ടൈൽസ് അങ്ങനത്തെ ബേഡ്സ് ചെയ്യുന്നവരെ പോരുന്ന ആവശ്യമില്ല. പിന്നെ ഒരു പെയർ 2 പേർക്ക് വെക്കുകയാണെങ്കിൽ ഒരു ചെയ്യേണ്ട, ഞാൻ പറഞ്ഞു ഹാൻഡ് ഫീഡ് ഫിക്സിനൊക്കെ ചെയ്യണോ ചോദിച്ചിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഒരു പേരിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഫണ്ട് മുടക്കുക കാര്യങ്ങൾ നാളെ ഉണ്ടാവുന്നതല്ല. കാരണം പരിവേഷ് 1.0 വന്ന, അതായത് പരിവേഷ് ഫസ്റ്റ് വന്ന സമയത്ത് അത് എടുത്തു കളഞ്ഞു. ഇപ്പോൾ 2.0 മാത്രമേ നിലവിൽ വാല്യൂ ഉള്ളൂ, പരിവേഷ് 1 ഇല്ല. പക്ഷേ പരിവേഷ് 1ൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും വാല്യൂബിൾ ആണ്. കാരണം ഞാൻ സെക്കൻഡ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എനിക്ക് പരിവേഷ് 1ൻ്റെ സർട്ടിഫിക്കറ്റ് വാല്യൂബിൾ ആയിരുന്നു. ഓക്കെ, അത് എനിക്ക് ഞാൻ എടുത്ത ആൾക്കാരിൽ പരിവേഷ് സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാരെ ഞാൻ ബേഡ് എടുത്തത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര വാല്യൂബിൾ ആയിരുന്നത്. ഓക്കെ, അതായത് ഇവർക്ക് പ്രൂഫ് കാണിച്ചു കൊടുക്കാൻ. അപ്പമല്ലേ, അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത് ഓപ്പൺ ആവുകയാണെങ്കിൽ അത്യാവശ്യം ബേഡ്സിന് ചെയ്യുന്ന ഒരു 3-4 ബെയറിന് മേലൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലെന്തായാലും ആഡ് ചെയ്തോളൂ. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചാൽ ഇപ്പം ഇത്രയും കൂടി ഞാൻ നിങ്ങൾക്ക് പറയാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ നിയമം ഭേദഗതി എന്തൊക്കെയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ എന്ത് ചെയ്യുക, ഇത് എടുക്കാൻ എന്തൊക്കെ പ്രൂഫാണ് നിങ്ങളതിൽ വേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ബേഡ്സിനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞത്. ഇപ്പം എന്തായാലും ഇപ്പോൾ അടുത്ത വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ സൈറ്റ് എപ്പോഴാണ് റീഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാൻ പറ്റൂല. എന്നാലും ഒരു വട്ടം കൂടി റീഓപ്പൺ ചെയ്യുമെന്ന് പറയുന്നു. അപ്പം അതിന് മുമ്പായി നിങ്ങളെ കയ്യിൽ എടുത്തു വെക്കേണ്ട സർട്ടിഫിക്കറ്റുകളും, അതായത് എന്തൊക്കെ പ്രൂഫാണ് നിങ്ങൾ കയ്യിൽ വേണ്ട, അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ എന്തൊക്കെ സാധനമാണ് വേണ്ടതെന്നുള്ളത് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇത്ര ബഡ്ജീസിനെയും കോക്കട്ടൈൽസിനും ചെയ്യുന്നവർ ചെയ്യണ്ട. അതിൽ പിഞ്ചസുകൾ വന്നിട്ടുണ്ട്, അതായത് സീബ്ര പിഞ്ചസാണ് അതിന് ഇല്ലാത്ത കേട്ടോ. ബാക്കിയുള്ള മിക്ക ചില പിഞ്ചസുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ നിയമം കൊണ്ടുവരാൻ കാരണം വെച്ചാൽ നമ്മൾ ഇല്ലീഗലായിട്ട് കുറേ പേര് ബേഡ്സിനെ ചെയ്യുന്നുണ്ട്. അതായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നിരോധിച്ച, അതായത് നമുക്ക് ഇന്ത്യയിൽ ഇല്ലീഗലായ ബേഡ്സിനും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ തക്കതായ ബേഡ്സിനെ പറഞ്ഞിട്ടുണ്ട്. ആ തക്കതായ ബേഡ്സ് ഏതൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ട ബേഡ്സ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ആഡ് ചെയ്യേണ്ട ബേഡ്സും ആഡ് ചെയ്യേണ്ടാത്ത ബേഡ്സും ഏതൊക്കെയാണ് വളരെ വ്യക്തമായും കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ നാളെ ഒരു ചെക്കിങ്ങോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ മേലെ ഇല്ലീഗൽ ബേഡ്സ് ചെയ്യാന്ന് വെച്ചാൽ അവരെന്തായാലും പിടിച്ചുകൊണ്ടുപോകും. ഇതിന് നിയമങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ, 25,000 രൂപ ഫൈൻ, 6 മാസം തടവെന്നൊക്കെയാണ് പല നിയമങ്ങൾ. ഏറ്റവും ചെറിയ നിയമം അങ്ങനെയാണ് വരുന്നത് തോന്നുന്നു ഞാൻ വായിച്ചതിൽ. അതിന് മേലോട്ടാണ് നിയമങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇത്തരം കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഏതൊക്കെ ബേഡിൻ്റെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞല്ലോ എൻ്റെ ലൈസൻസ് കാണാൻ എനിക്ക് കിട്ടിയ രാവിലെ ഒരു 11 മണിക്ക് സ്വിച്ചിൽ ഇരുന്നിട്ട് വൈകുന്നേരമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ചെയ്തിരുന്നു, ഞാൻ എൻ്റെ എല്ലാ ബേഡ്സിനെയും ആഡ് ചെയ്ത്. കാരണം നമ്മളെ ചെയ്യുന്ന ബേഡ്സ് മിക്കതിലുണ്ട്. കാരണം പാരാക്കീറ്റ്സുകളുണ്ട്, നമ്മളെ എറസല, റംബർ, ടർക്കോയ്സ്, അതേപോലെ തന്നെ സൺകൊനോർസ്, ക്രിംസൺസ്, അതേപോലെ തന്നെ സ്മോൾ കൊനോർസ് ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ആഡ് ചെയ്യണം. പിന്നെ നമ്മളെന്തായാലും ഈ ബ്രീഡ് അല്ലെങ്കിൽ ഇങ്ങനെ തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നമ്മളെന്തായാലും അത് നിയമത്തിൻ്റെ അടിയിൽ തന്നെ നിയമാനുസൃതമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിൽ ആഡ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് സേഫ്റ്റിയാണ്, എനിക്ക് എപ്പോഴും സേഫ്റ്റിയാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ല നോയ്സുള്ള ബേഡ്സിനൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. മേ ബി നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് സെറ്റ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബേഡ്സിനെ പോലെ ചില്ലറയല്ല, ലൈസൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് നല്ല അപ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അപ്രൂവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അത് പ്രോസസ്സിങ്ങിലാണ്. ഇനി ഫോറസ്റ്റുകാർ ഇവിടെ വരും, ഒരു വന്ന് എല്ലാ ബേഡിനും ചെക്ക് ചെയ്യും. ഇന്ന ബേഡ്സുകളുണ്ട്, അത് ആഡ് ചെയ്ത ബേഡ്സുകൾ ഏതൊക്കെയാണ്, ആഡ് ചെയ്യാത്ത ബേഡ്സുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി ചെക്ക് ചെയ്യും. അതിനുശേഷമാണ് ഒരു അപ്രൂവ് ചെയ്യുക എന്നാണ് നിലവിൽ നമുക്ക് കിട്ടിയ ന്യൂസ്. അങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. അടുത്തതിൽ എങ്ങനെയാണ് ഇതിൽ ആഡ് ആവേണ്ടതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതും അതിന് തക്കതായ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ പറഞ്ഞുതരാം. അപ്പോൾ ആ വീഡിയോ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൻ എന്നിപ്പം മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു കാണാൻ സ്റ്റിൽ ദം ബൈ.